എല്ലാവർക്കും നമസ്കാരം. ദ ഔട്ട്സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീണ്ടും ഉള്ളത് സാജു ചെറിയാനാണ്. സാജു ചെറിയാൻ ന്യൂസിലാൻഡിലൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. NEZNO ന്യൂസിലാൻഡ് നേഴ്സസ് ഓർഗനൈസേഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പർ കൂടിയാണ് സാജു ചേട്ടൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ്സ് തരാനായിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അടുത്ത് ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് ഇവിടെ ഒരു റാലി സംഘടിപ്പിക്കുകയുണ്ടായി. NEZNOയും കേരള അസോസിയേഷൻ ഓഫ് ഫാമേഴ്സ് നോർത്തും ചേർന്നിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടുത്തെ മീഡിയയിലേക്കും ഇവിടുത്തെ ഗവൺമെൻറ് അധികാരികളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഒരു സംയുക്ത റാലി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ റാലി ഒത്തിരി ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അത് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഒത്തിരി ആളുകൾ കമൻറ്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും നമ്മുടെ ഗ്രൂപ്പിലുമൊക്കെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായി റാലി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് നമുക്ക് തരാനുണ്ടോ? അപ്പോൾ നമ്മൾ രണ്ടുപേരും അല്പം തിരക്കായി പോയതുകൊണ്ട് ആണ് ഇതുവരെ നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും തരാനായിട്ട് പറ്റിയത്. ഇതിൻ്റെ കുറച്ച് ഫോളോ അപ്പ് വർക്കുമായിട്ടും എല്ലാം തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സാജു ചേട്ടൻ നമുക്ക് ആ ഒരു റാലി കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് തരും. അപ്പോൾ സാജു ചേട്ടാ, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് സാജു ചേട്ടാ, നമുക്ക് ഒബ്വിയസ്ലി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും എന്താണ് റാലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ടേൺ ഔട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ആ റാലി ഉണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒത്തിരി ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ജോലി കിട്ടാതെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന നേഴ്സുമാർ അന്ന് റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അവരുടെ 3-4 പേര് അവരുടെ കാര്യങ്ങൾ അവിടെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഈ റാലിക്ക് മുമ്പ് റാലി കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഈ നേഴ്സിംഗ് NEZNOയുടെ പ്രസിഡൻറ്റും NEZNOയുടെ നാഷണൽ ഡെലിഗേറ്റ്സും ഒക്കെ ആയിട്ട് അവരുടെ കൺസേൺസൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആൻ ഡാനിയൽസ്, NEZNOയുടെ പ്രസിഡൻറ്റ് ആൻ ഡാനിയൽസ് ടിയർഫുള്ളായി ആ സ്പീച്ചിൽ. നിങ്ങളെല്ലാവരും ആ സ്പീച്ച് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമോഷണലായിരുന്നു. അവരുടെ സ്റ്റോറി ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നമുക്ക് അവരെ സഹായിക്കണം. ഈ ഒരു പ്രശ്നങ്ങൾ ശരിക്കും ആളുകളിലേക്ക് എത്തി. ഗവൺമെൻറ്റിനായാലും ഇവിടുത്തെ ആളുകൾക്കാണെങ്കിലും ഈവൻ NEZNOയ്ക്ക് ആണെങ്കിലും വ്യക്തമായിട്ട് ആ ഒരു ഇഷ്യൂ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായി. കാരണം നമ്മൾ പല രീതിയിൽ ഇത് ബ്രിങ്ങപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അതിൻ്റെ ഒരു ട്രൂ ഇമ്പാക്റ്റ് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ റാലിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത് ശരിക്കും ആ ഒരു ഇമ്പാക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയകൾ ഇത് ഏറ്റെടുത്തു. ഇവിടുത്തെ മെയിൻ മീഡിയകളിലെല്ലാം ഇത് കാണിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സ് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്ലൈറ്റ് കറക്റ്റായിട്ട് പോർട്രേ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ് ചേട്ടന് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? നമുക്ക് ഒന്നാമതായിട്ട് നമ്മുടെ ആ റാലിയിൽ വന്ന എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ റാലിക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തടസ്സപ്പെടുത്താനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നൊരു കാര്യത്തിന് നമുക്ക് അതിനകത്ത് നെഗറ്റീവ് മെസ്സേജുകൾ കൊടുത്ത് നിങ്ങളിതിൽ വരരുത് എന്ന് പറയുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ചിലർ NEZNOൻ്റെ ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു NEZNOൻ്റെ ലോഗോ വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് പോലും മെസ്സേജുകൾ അയച്ചത് ഇതിലേക്ക് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അതെ. അപ്പോൾ അത് അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ആ റാലിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അവരെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് അവർ വന്നതിൽ. കാരണം അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ അപ്ഫ്രണ്ട് ചെയ്തിട്ട് നമ്മളൊരു പ്ലക്കാർഡ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാഗ് പിടിച്ചിട്ടോ നമ്മളൊരു പബ്ലിക്കിലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ആ NEZNOയുടെ പ്രസിഡന്റ് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്, നിങ്ങൾ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസാണ് 46% ഈ രാജ്യത്ത് നേഴ്സിംഗ് വർക്ക് ഫോഴ്സിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര പവറുണ്ട്. ആ ഒരു പവർ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ആ മുന്നോട്ട് വന്നവരെ ആ ഒരു അവസരത്തിൽ അവർ തന്നെ പറയണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നിങ്ങളുടെ വോയിസ് നിങ്ങൾ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കണം എന്ന് പുള്ളിക്കാരി പറഞ്ഞു. ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതെ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു
നമ്മുടെ ഒരു മൈഗ്രൻ്റ് നേഴ്സസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഡാനിയൽസ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ 46%-ൽ 40%ഓളം മെമ്പേഴ്സ് നമ്മുടെ NSNNOയിൽ തന്നെയുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു മുമ്പോട്ട് അത്രയും ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ NSNNOൻ്റെ ഒരു സമരങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ കാണാറില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റൊക്കെ ആയി തുടങ്ങിയത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ വന്ന എല്ലാവരെയും നമുക്കറിയാം, അതിൻ്റെ അകത്ത് വന്നവർ കുറച്ച് ആ ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്തത് കൊണ്ടാണ് അവരങ്ങനെ വന്നത്. അങ്ങനെ തീരുമാനം എടുക്കാതെ ഇരുന്ന് സിറ്റ് ബാക്ക് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലൊത്തിരി സന്തോഷമുണ്ട് റാലിയിൽ. പിന്നെ നമുക്ക് അതുപോലെ NSNNOൻ്റെ പ്രസിഡന്റ് ഡാനിയൽസ് വന്നു, അവർ വന്ന് സംസാരിച്ചു. അപ്പോൾ അത് റാലി വളരെ സക്സസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അഫക്റ്റ് ചെയ്തവർ വന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം ഉണ്ടായത്. അവരവിടെ സ്പീക്ക് ചെയ്തു, ബോൾഡായിട്ട് സ്പീക്ക് ചെയ്തു. അതൊരു വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒബിയസ്ലി നമ്മുടെ 1-2 അന്നത്തെ ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ മീഡിയയിലേക്ക് എത്തിക്കുക, ഗവൺമെൻറ് അധികാരികളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മൾ ചോദിച്ചിരുന്ന ഒരു 1 ഇയറിൻ്റെ വർക്ക് വിസ ആയിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ തന്നെയും അവർ പറയണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് UK-ലും അയർലൻഡിലും ഒക്കെ പോലെ നിങ്ങൾക്കൊരു 1 ഇയറിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കായിട്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം നമ്മൾ നേഴ്സിംഗ് ഷോർട്ടേജ് ഇവിടെ ഉണ്ട്, നഴ്സുമാരായിട്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വരുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു വർക്ക് വിസ, ഓപ്പൺ വർക്ക് വിസ കൊടുത്തു വിടുക എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, എന്തിനാണ് വിസിറ്റർ വിസയിൽ അവരിവിടെ വരുന്നത്? അവർക്കൊരു നഴ്സിംഗ് ജോലി ഏതുകൊണ്ടും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ റാലിയിൽ നമുക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഗുണമായിട്ട് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം ഇപ്പോൾ ജെറിൻ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയ അറ്റൻഷൻ, നമുക്ക് ആ ഒരു പബ്ലിക്കിൻ്റെ അറ്റൻഷൻ, ഗവൺമെൻറ്റിൻ്റെ അറ്റൻഷൻ അത് കിട്ടുക എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് നഴ്സ് ലീഡേഴ്സ്, മാനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു. ആ ഇഷ്യൂവിന് ഞങ്ങൾ ന്യൂസ് കണ്ടു, ആ ഇഷ്യൂ അത് ഭയങ്കര വളരെ ഒരു സിറ്റുവേഷനാണ്. ഇവിടെ വന്നിരിക്കുന്ന IQN നേഴ്സസ് ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ഭയങ്കര. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മുടെ ഒരു IQN നേഴ്സ് വന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ, ഇവരൊക്കെ നേഴ്സ് മാനേജേഴ്സാണ്, അവർ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരും. അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ, അപ്പോൾ അവർ കുറച്ചും കൂടി നമ്മളൊരു പോസിറ്റീവായിട്ട് അതിനെ കാണുന്നുണ്ട്. കാരണം അത് നമുക്ക് ഇവർ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും അവർക്ക് അറിയത്തില്ല, ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഒന്നും ഇപ്പോൾ ഇത്രയും സ്ട്രഗിളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്രയും സമയവും ഇത്രയും പൈസയൊക്കെ ചിലവഴിച്ചിട്ട് അവരിവിടെ വന്നിരിക്കണമെന്ന് അറിയുന്നില്ല. അവർ വിചാരിക്കുന്ന അവർക്ക് ഒരു സിറ്റി മിസ്റ്റേരി ഇവിടെ വന്ന് ഇത് ക്യാപ്പ് ചെയ്ത് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് നടന്ന, അല്ലെങ്കിൽ 1 മാസം 2 മാസം വേറെ സ്ഥലത്ത് അവർക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഇത്രയും ഇതൊക്കെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് ഇവർക്ക് പലർക്കും അറിയില്ല ഇവിടുത്തെ. അപ്പോൾ അതൊരു നല്ലൊരു ആ ന്യൂസോട് കൂടിയിട്ട് അങ്ങനെ മാനേജേഴ്സിൻ്റെ ഒക്കെ കുറേ ഒരു ഐഡിയ, ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. വേറൊരു കാര്യം കൂടി പറയുവാണെങ്കിൽ ഇപ്പോൾ NSNNOൻ്റെ തന്നെ ഒരു മീറ്റിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഒരു ഫ്രണ്ട് ഇവിടുത്തെ റെസ്റ്റ് ഹോമിൻ്റെ റെസ്റ്റ് ഹോം ഒരു നെറ്റ്വർക്കിൻ്റെ നല്ലൊരു ചെയിൻ്റെ ഒരു CEO ആണ്. അപ്പോൾ അവർ രാലക്ടോങ്ങിൽ ഹോളിഡേയ്സിലായിരുന്നു. അവിടെ എത്തിയെന്ന് പറയുന്നത് ന്യൂസ്. അവർക്ക് അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ഹോളിഡേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടുല്ലോ, എന്താണ് നമ്മുടെ IQNസിന് ഇങ്ങനെ സ്ട്രഗിൾ ഉണ്ടെന്നുള്ള. അപ്പോൾ അങ്ങനെ ഒത്തിരി ആ ഒരു കോൺവെർസേഷൻ നാഷണൽ ലെവലിൽ എത്തിയിട്ട് ന്യൂസ് ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇഷ്യൂസും എല്ലാം നമ്മളന്ന് റേസ് ചെയ്ത ഇഷ്യൂസ് അല്ല. അതെ. അപ്പം നമുക്ക് ഇതിനകത്ത് മണവാട്ടൂർ സ്റ്റാൻഡേർഡാണ് നമ്മുടെ ഈ ഏരിയയിലുള്ള ഒരു മെയിൻ ന്യൂസ് പേപ്പർ. നാട്ടിൽ മലയാള മനോരമ പറയുന്ന പോലെ നമുക്ക് കേരളത്തിൽ മലയാള മനോരമ പറയുന്ന പോലെയുള്ള ഒരു മെയിൻ, അതിൻ്റെ അകത്ത് ഫ്രണ്ട് പേജ് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൺഡേയിലത്തെ ഫ്രണ്ട് പേജ് തന്നെ ഈ ന്യൂസായിരുന്നു. അതെല്ലാം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഫ്രണ്ടിലായിട്ടുള്ള. അതുപോലെ തന്നെ റേഡിയോ ന്യൂസിലുണ്ട് അവരുടെ അന്നത്തെ എല്ലാ ന്യൂസ് അവറിലും ഇത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ന്യൂസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും റേഡിയോ ന്യൂസിലുണ്ട് വേറൊരു ഇതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് ഒരു ന്യൂസ് കൂടി ചെയ്യുന്നുണ്ട് അവർ. അതിനുള്ള ഡാറ്റ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് വളരെ സക്സസ് ആയിരുന്നു. നമുക്ക് മീഡിയ അറ്റൻഷൻ, നമുക്ക് നാഷണൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് സാധിച്ചു. ഇനിയും രണ്ടാമത്തുള്ളൊരു ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ വർക്ക് വിസ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ വർക്ക് വിസയെ ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഈ MP-മാരിലും മിനിസ്റ്ററിലും ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ MP-മാരൊക്കെ അവെയറാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നമ്മുടെ ലോക്കൽ MP ആയിട്ടുള്ള ടാങ്ങി ടെക്കലായിട്ട് സംസാരിക്കാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഫ്രണ്ട്സ് MP-മാർ കാണുമ്പോൾ ടാങ്ങിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇവിടെ ഒരു റാലി നടന്നപോലെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടല്ലോ IQNS. അപ്പോൾ അങ്ങനെ ഒരു ആ MP-മാരുടെ ഇടയിൽ അവരാണല്ലോ നമ്മുടെ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ, പാർലമെന്റിൽ അവരാണ്. അതെ, അപ്പോൾ അവരുടെ അടുത്ത് ഇതെത്തി. അതൊരു വലിയ കാര്യമാണ്. ഇനിയും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററുടെ അടുത്തും ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ അടുത്തും ഓൾറെഡി ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു വർക്ക് വിസ എന്നുള്ള ഒരു പ്രോസസ് നമുക്ക് ഇപ്പോൾ പലരും വിചാരിക്കും നമുക്കിപ്പോൾ ഇത് എപ്പോഴാണ് റിസൾട്ട് കിട്ടുക, നമുക്കിപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ഓഫർ കിട്ടുമോ അല്ലെങ്കിൽ നമുക്കിത് കിട്ടുമോ, വിസ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല ഇത്. ഇതിപ്പോൾ നമ്മളൊരു എമിഗ്രേഷൻ നിയമം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ലോ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാബിനറ്റ് ലെവലിൽ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അപ്പോൾ ക്യാബിനറ്റ് ലെവലിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, ആ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് നമുക്കൊരു മീഡിയ അറ്റൻഷനും അതുപോലെ തന്നെ MP-മാരിലെ അവയർനെസ് കൊടുക്കുക. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ ഒരു റിസൾട്ട് ഉടനെ നമുക്ക് വേണമെന്ന് നമ്മൾ സംസാരിക്കുന്ന MP-മാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ അർജൻറ്റായിട്ടുള്ള ഇഷ്യൂ ആണ്. അവരെന്താണ് അതിനൊരു റെസ്പോൺസ് തരുന്നത്? വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ അതിന് റെസ്പോൺസ് തരുന്നത്. പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയമെടുക്കും. അപ്പോൾ അത് നമ്മൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അധികം ഡിലേ ഇല്ലാതെ തന്നെ. പക്ഷെ നമുക്ക് അതിനകത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ. നമ്മളത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു. അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ക്യാപ്പ് സ്റ്റുഡൻസിന് തന്നെ ഇപ്പോൾ ക്യാപ്പ് ഫെയിലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഒരു 4-5 കോൾ ഈ കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിൽ ക്യാപ്പ് ഫെയിലായിട്ട് ഒത്തിരി പേരുണ്ട്. മിക്കവരും റെസ്റ്റ് ഹോമിൽ അല്ലെങ്കിൽ ഓസ്കി ഒക്കെ ആയിട്ട്, അതായത് ഈ പഴയ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഓസ്കി ചെയ്യുന്നുണ്ട്. ആ ഓസ്കി ഫെയിലായിട്ട്, പുതിയ ഓസ്കി പ്രോഗ്രാം അല്ല, പഴയ ഓസ്കി പ്രോഗ്രാം ചില പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഓസ്കി ഫെയിലായിട്ട് തോക്കുന്ന ആൾക്കാർ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും തോക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഇതിന് ശേഷം ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു 5 സ്റ്റുഡൻസ് ഫെയിലായിട്ട് അവർ അപ്പീലിന് കൊടുത്തത് പോസിറ്റീവായിട്ട് വന്നു. അവർക്ക് വീണ്ടും ഒരു ക്യാപ്പിനുള്ള ചാൻസ് കൊടുത്തു. അപ്പോൾ അത് ഇതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ്. കാരണം അത് നഴ്സിംഗ് കൗൺസിൽ അവെയറായി ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഈ ക്യാപ്പ് പ്രൊവൈഡേഴ്സ് തന്നെ പല രീതിയിലാണ് ക്യാപ്പ് ചെയ്യുന്നതെന്നും അവരിപ്പോൾ ഓസ്കി ഓൾറെഡി ഒഫീഷ്യലായിട്ടുള്ള ഓസ്കി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവർ ഓസ്കി ചെയ്യുന്നുണ്ടെന്നും. അപ്പോൾ അതൊന്നും നഴ്സിംഗ് കൗൺസിലിന് അറിയില്ല. ഈ ഇഷ്യൂ എല്ലാം ചേട്ടൻ ആ റാലിയായിട്ട് അനുബന്ധിച്ച് റാലിയുടെ അന്നും അല്ലാതെയൊക്കെ കൊടുത്ത നഴ്സിംഗ് കൗൺസിലിന് സമർപ്പിച്ച ഹർജിയിലൊക്കെ ചേട്ടൻ ഇത് മെൻഷൻ ചെയ്ത കാര്യമാണ്. നമ്മൾ പറഞ്ഞ ഒരു 4 പോയിന്റ്സിൽ ഒന്ന് ഇതായിരുന്നു, ക്യാപ്പ് പ്രൊവൈഡേഴ്സ് നമ്മൾ അവർക്കൊരു യുനാനിമിറ്റി ഇല്ല, അവർ പല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത്. പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് നമ്മൾ 1-2 ക്യാപ്പ് പ്രൊവൈഡേഴ്സിനെ നമ്മൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിലൊരു ക്യാപ്പ് പ്രൊവൈഡർ നഴ്സിംഗ് കൗൺസിൽ ഓൾറെഡി അവരെ ഓഡിറ്റ് ചെയ്തു. അവർ ഓഡിറ്റ് ചെയ്ത് അവരോട് കറക്ഷൻസ് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഇപ്പം നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് തന്നെ നഴ്സിംഗ് കൗൺസിലിൻ്റെ CEO കാത്തറിൻ എനിക്ക് ഓൾറെഡി പേഴ്സണൽ ഇമെയിൽ അയച്ചു. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞ് നോട്ടീസ് ചെയ്യുന്നു ഞങ്ങൾ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. ഇതിനു മുമ്പൊക്കെ ഞാൻ നഴ്സിംഗ് കൗൺസിലിൽ നമുക്ക് വിളിച്ചപ്പോൾ അത്രയോ റെസ്പോൺസ് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസിറ്റീവായിട്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
ക്യാപ്പ് ഫെയിലായിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ചാൻസ് കിട്ടുന്നുണ്ട്. അതെ, അതുകൂടാതെ തന്നെ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരൊറ്റ കാര്യം, പണ്ട് അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ 3-4 മാസം മുമ്പൊക്കെ ക്യാപ്പ് ഫെയിൽ ചെയ്യുന്നവർക്ക് അവർ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ലെങ്തി ആയിട്ട് കൊണ്ടുവയ്ക്കായിരുന്നു, 5-6 മാസമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ എന്നെ വിളിച്ചിരുന്നത് പറഞ്ഞ ആൾക്കാരും അവർ മിക്കവരും NSDN, ഞാൻ ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് ഏറ്റവും നല്ലത് NSDN മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് NSDN കോൺടാക്ട് ചെയ്യുക. കാരണം NSDNോടെ എല്ലാ ഏരിയയിലും ഇതിന് വേണ്ടിയിട്ട് ഒരു അലോക്കേറ്റഡ് പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ എന്നെ ഓക്ലൻഡിൽ നിന്ന് വിളിച്ചവരാണെങ്കിലും ഹാമിൽട്ടണിൽ നിന്ന് വിളിച്ചവരാണെങ്കിലൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയുന്നേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് NSDN മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നേരിട്ട് NSDN കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ നേരിട്ട് NSDN കോൺടാക്ട് ചെയ്തു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു NSDN. അപ്പോൾ ഓക്ലൻഡിൽ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപ്പ് തോറ്റിട്ട്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നേരിട്ട് നിങ്ങൾ NSDN കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ NSDN കോൺടാക്ട് ചെയ്തു. NSDN വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ NSDN ഈ ആൾക്ക് വേണ്ടി ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കോളേജിലേക്ക് അയക്കുക, അതിൻ്റെ കോപ്പി നഴ്സിംഗ് കൗൺസിലിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ ഈ കോളേജ് ഓൾറെഡി നഴ്സിംഗ് കൗൺസിലിലേക്ക് ഇവർക്ക് ഇത് അയക്കുമെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് ഹോമിൽ ഫെയിലാക്കി വരണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. പക്ഷേ NSDNോടെ മെയിൽ ചെന്നതോടെ കോളേജ് നേരെ U-ടേൺ അടിച്ചു, അതായത് പ്ലേറ്റ് നേരെ തിരിച്ചു. പറഞ്ഞു ഓക്കെ ഞങ്ങളൊരു ചാൻസ് കൂടി കൊടുക്കാം, നഴ്സിംഗ് കൗൺസിലിലേക്ക് ഇപ്പോൾ വിടില്ല എന്ന് പറഞ്ഞ് NSDN അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി. ഈ വേറൊരു കേസിൽ നഴ്സിംഗ് കൗൺസിലിലേക്ക് പോയത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ 3-4 മാസം ഡിലേ ഉണ്ടായിരുന്നതിന് പോരാ ഒരു വിത്തിൻ 1 വീക്കിൽ പറഞ്ഞു നിങ്ങൾക്ക് 3 ചോയ്സ് ഉണ്ട്. 1 തിരിച്ചു പോകാം, 2 നിങ്ങൾക്ക് പുതിയ ക്യാപ് പ്രോഗ്രാം ചെയ്യാം, 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തുള്ള എക്സാം പ്ലസ് ഓസ്കി ചെയ്യാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. അതൊരു നല്ലൊരു ഇമ്പാക്റ്റാണ് നമുക്ക് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. മൈനോറിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് സക്സസ്സുകൾ നമ്പറുകൾ കുറവായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളവരാണ് ആരും ഇപ്പോൾ മൈനോറിറ്റികളാണ് നമുക്ക് ആരും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനില്ലാതെ നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പേര് അറിയുന്നില്ല. അതിപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയുന്നില്ല. ഇങ്ങനെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്, നമുക്ക് ഈ ഒരു റാലി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനിയും NSDNന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അവർ ഇപ്പോൾ NSDN എന്ന് പറയുന്നത് ഒരു 1000-ഓളം സ്റ്റാഫുള്ള ഒരു യൂണിയനാണ്. നമുക്ക് ന്യൂസിലൻഡ് വൈഡ് ഈ സ്റ്റാഫുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അവെയറായി. അവർക്കൊന്നും കാര്യം അവർക്ക് പോലും ഇത് അറിയത്തില്ലായിരുന്നു. കാരണം NSDN പോലും ഇപ്പോൾ ഇങ്ങനെ ഇത്ര ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ NSDN കൂടി ഒരു റാലിയൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മൾ ഇത് മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെയാണെങ്കിലും ഇപ്പോൾ ഒരു ക്യാപ് സ്റ്റുഡൻറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അവരതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. പലർക്കും ഇപ്പോൾ നമുക്കറിയാം NSDN മെമ്പർഷിപ്പ്, ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ പോലും മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാർ ഫെയിലായതിനു ശേഷം അവർ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ മെമ്പർഷിപ്പ് അതിന് ശേഷം എടുത്തു, ഫെയിലായതിനു ശേഷം. അപ്പോൾ ഞാൻ NSDNനോട് സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സിറ്റുവേഷൻ മനസ്സിലായതുകൊണ്ട് അവർ സാധാരണ രീതിയിൽ ഹെൽപ്പ് ചെയ്യില്ല, എങ്കിൽ പോലും അവർ ഹെൽപ്പ് ചെയ്യുകയാണ്. കാരണം ഈ ഫെയിലിയർ ഉണ്ടായത് അവരുടെ മെമ്പർ ആവണതിന് മുമ്പാണ്. എങ്കിൽ പോലും അവർ ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള NSDN മെമ്പർഷിപ്പ് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഈ ക്യാപ് സ്റ്റുഡൻസ് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 3 നഴ്സുമാർ ഇഷ്യൂസായിട്ട് ഓൾറെഡി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന 3 പേര് എന്നെ കോൺടാക്ട് ചെയ്ത് വർക്ക് പ്ലേസിൽ ഇഷ്യൂ ഉള്ള 3 പേർക്കും NSDN മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതെന്താണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തതെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേട്ടൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അവരുടെ ആ ഇഷ്യൂ നടന്നത് ഇതിനൊക്കെ മുമ്പായിരുന്നു. അപ്പോൾ 2-3 മാസം മുമ്പ് നടന്ന ഇഷ്യൂ ആണ്. അതിന് നോട്ടീസൊക്കെ കിട്ടി അവർക്ക് ഇപ്പോൾ വന്നപ്പോഴേക്കും. പക്ഷേ അവർ നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ അത് ഞങ്ങൾ എടുത്തു. പക്ഷേ NSDN പറയും അപ്പോൾ അത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് ഇതിന് മുമ്പായ ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഇനിയാണെങ്കിലും കാണുന്ന എല്ലാവരും തന്നെ ഈ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരോ, ഇനി ഞാൻ പറയാൻ മറന്നുപോയാലോ വേറൊരു കാര്യം എന്ന് പറയുന്നത് NSDN നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇവിടെയുള്ള ഒത്തിരി പേര് ഇന്ത്യക്കാരായിട്ടുള്ളവർ, മലയാളികളായിട്ടുള്ളവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കും NSDN മെമ്പർഷിപ്പ് കുറഞ്ഞ റേറ്റിലുണ്ട്. അവർക്ക് ചെറിയ ചാർജുള്ളൂ. ആ ചെറിയ ചാർജിൽ അവർക്ക് NSDN മെമ്പർഷിപ്പ് കിട്ടും. അവർക്കും ഹെൽപ്ഫുള്ളാണ്. വർക്ക് പ്ലേസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് അത് ഇവിടെ ക്വൈറ്റ് ഓഫൺ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. ഞാനത് പറയാൻ വരുമായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു പലർക്കും വൺസ് ഒരു രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ
നമ്മുടെ ഒരു രീതി പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ എൻ്റെ ആണെങ്കിലും സാഹിച്ചേൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും എന്ന് വേണമെങ്കിലും തെറിക്കാവുന്ന ഒരു രജിസ്ട്രേഷനാണ്. നമ്മൾ ഇന്ന് നേഴ്സ് ആയതുകൊണ്ട് ജീവിതകാലം മൊത്തം ഇവിടെ നേഴ്സ് ആവണമെന്നില്ല. പലരുടെ രജിസ്ട്രേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ദിവസം ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷനൊക്കെ എടുത്ത ആൾക്ക് എപ്പോഴെങ്കിലും ആ രജിസ്ട്രേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എപ്പോഴും പറയുന്നത് NSDN മെമ്പർഷിപ്പ് മസ്റ്റായിട്ടും വേണം. കാരണം അതൊരു പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്ത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിലെ എല്ലാ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം ലിങ്ക് കൊടുത്തിരുന്നു. NSDN മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക്. അപ്പോൾ എന്നിട്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹൗ ടു ജോയിൻ NSDN ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് ഡയറക്റ്റ് ആ ലിങ്കിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പിന്നീട് പറയുന്നതാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പിന്നീട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റാലിയിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് അതിനകത്ത് ഇനിയും മാറ്റങ്ങൾ, അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഔട്ട്കംസ് ഉണ്ടാവും. നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നമ്മൾ എപ്പോഴും പറയുന്നില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ചില കാര്യങ്ങൾ നമ്മൾ ഇന്നടുത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളത് അതിനുവേണ്ടി നമ്മൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള നമ്മൾ വേറൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ന്യൂസിലൻഡിലുള്ളവരാണ്, ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്യാപ്പ് സ്റ്റുഡൻസ് ആണ് എങ്കിൽ പോലും നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത്, ഇപ്പോൾ ഇത് പാമസ്റ്റൺ നോർത്താണ്, ഇപ്പോൾ നിങ്ങൾ വെല്ലിംഗ്ടണിലോ ഓക്ലൻഡിലോ ഏത് സ്ഥലങ്ങളിലാണോ ഉള്ളത്, അവിടുത്തെ ഈ കേരള അസോസിയേഷൻ പോലെയുള്ള അസോസിയേഷനുകളോട് ചെന്നിട്ട് പാമസ്റ്റൺ നോർത്തിൽ ചെയ്ത പോലെ റാലി ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ NSDNന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഞാൻ മേക്ക് ഷുവർ ചെയ്യാം. കാരണം അവിടുത്തെ NSDNന്റെ ആ ഏരിയയിലുള്ള സ്റ്റാഫ് അതിന് വേണ്ടിയിട്ട് വരും. അവരതിന് വേണ്ടിയിട്ടുള്ള ഏരിയ ബുക്ക് ചെയ്യും. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യും. പക്ഷേ അത് ആ ഇനീഷ്യേറ്റീവ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരണം. ഇപ്പോൾ പാമസ്റ്റൺ നോർത്തിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് കേരള അസോസിയേഷൻ ഓഫ് പാമസ്റ്റൺ നോർത്ത് എടുത്തു. അതുപോലെ തന്നെ ഓക്ലൻഡിലാണെങ്കിലും വെല്ലിംഗ്ടണിലാണെങ്കിലും ഇപ്പോൾ ഹേസ്റ്റിങ്സ്, ഫാങ്കല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ NSDNന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ അറേഞ്ച് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടി ഒരു വൈഡായിട്ടുള്ളൊരു ഇമ്പാക്ട് കിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വരുന്നത്, ഈ റാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും നെഗറ്റീവാണ്. ഇപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇതിപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് NSDNയുടെ പ്രസിഡന്റ് അടക്കം വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. നിങ്ങളിങ്ങനെ മുന്നോട്ട് വന്ന് നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറഞ്ഞാലാണ് ഗവൺമെൻറ് അറിയുള്ളൂ, പോസിറ്റീവായിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ 1-2 വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചത്, ചില റാലി നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. മലയാളികൾ അവിടെ ചെന്നിട്ട് സമരവും ഇതുമായി. അയർലൻഡിൽ നടന്നത് കണ്ടില്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് എന്താണ് ഇഷ്യൂ എന്നറിയില്ല, അയർലൻഡിൽ എന്തോ ഇതേപോലെ നേഴ്സുമാർ റാലി ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാരെ അയർലൻഡ് ബാൻ ചെയ്തെന്ന്. അങ്ങനെയുള്ള കുറച്ച് ടെൻഷനൊക്കെ ആൾക്കാർക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ റാലി നടത്തിയതുകൊണ്ട് നമുക്ക് ഇനി ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ടിരിക്കുമോ? നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് അവന്മാർ റാലി നടത്തി, എന്നാൽ മലയാളികളെ മൊത്തം ബാൻ ചെയ്തേക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും. ആ ഒരു നെഗറ്റീവ് എലമെന്റ് ഉണ്ട്. അപ്പോൾ അത് ചേട്ടൻ എന്താണ് പറയുക? അതിനകത്ത് നമുക്ക് അതാണ് നമ്മൾ ഈ NSDN ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിയന് നമ്മൾ IQNS മലയാളികളല്ല അവിടെ റാലി നടത്തിയത്. മലയാളി എന്നുള്ളൊരു ബാനറിലല്ല, നമ്മൾ NSDN ആണ് അവിടെ റാലി നടത്തിയത്. ന്യൂസിലൻഡ് നഴ്സസ് ഓർഗനൈസേഷൻ ഒരു യൂണിയനാണ്. ആ യൂണിയൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇവിടുത്തെ യൂണിയൻ ലോസിലുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കിത് ചെയ്യാനായിട്ടുള്ള അവർക്ക് ന്യൂസിലൻഡിലെ നിയമപ്രകാരം ചെയ്യാനായിട്ടുള്ളൊരു അധികാരമുണ്ട്, പവറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഇഷ്യൂ ഇത് മൂലം ഉണ്ടായാൽ പോലും NSDN അപ്പോൾ ഇതിന് എഗൻസ്റ്റ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം NSDN ആണ് ഇത് ചെയ്യുന്നത്. ഒരു യൂണിയനാണ്. ഇവിടുത്തെ നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു യൂണിയൻ അല്ല ന്യൂസിലാൻഡിലെ ഒരു യൂണിയൻ. നാട്ടിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഇപ്പോൾ CITO അല്ലെങ്കിൽ INTUC പോലുള്ള യൂണിയനിൽ പോയി കൊടി പിടിക്കുന്നത് ഒരു മോശമായിട്ട് കാണുന്ന ആ ഒരു രീതിയിലല്ല ഇവിടുത്തെ പബ്ലിക് ഒരു യൂണിയനെ കാണുന്നതും. നമുക്ക് എന്തുമാത്രം പബ്ലിക് സപ്പോർട്ടായിരുന്നു. ഒത്തിരി പേര് വന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് വെച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. തീർച്ചയായിട്ടും അങ്ങനെ. അല്ലെങ്കിൽ കുറേ പേര് ഓൺ അടിച്ചിട്ട് നിങ്ങൾ ഇവിടെ സപ്പോർട്ട് കാണിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ വളരെ സപ്പോർട്ടീവ്. കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഒരു വിധത്തിലും ഒരു അതോറിറ്റി പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് അവിടെ പോലീസ് പ്രസൻസ് ഉണ്ടായിരുന്നു. പോലീസ് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രസൻസ് പോലും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളങ്ങനെ മുന്നോട്ട് വരുന്നതാണ് നല്ലത് എപ്പോഴും. അത് ഇത് ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയാണ് ഞാൻ ഈ വന്നിരിക്കുന്ന ആളുകളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവരുടെ പലരുടെയും ഫാമിലി നാട്ടിലിരുന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് യൂണിയനിൽ പോയി അല്ലെങ്കിൽ അവർ സ്ട്രൈക്ക് ചെയ്തതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതവർ ബോൾഡായിട്ടുള്ള ഒരു കാര്യം, അവർ ഇനിയും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഔട്ട്കം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കൂടിയാണ് ഈ പങ്കെടുത്ത വ്യക്തികൾക്ക് അവർക്ക് പ്രൗഡായിട്ട് പറയാം, ഞങ്ങൾ പോയിട്ടാണ് ഇത് മാറ്റം കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരൊത്തിരി അതിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ടുണ്ട് അത് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബോൾഡായിട്ട് മുമ്പിൽ വന്ന് നിൽക്കാനും മീഡിയാസിൽ സംസാരിക്കാനും അതൊരു വലിയ സ്റ്റെപ്പാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിരുന്നു അവിടെ വന്നിരിക്കുന്ന, നേഴ്സുമാരായിട്ടുള്ള പെൺകുട്ടികളായിരുന്നു അവിടെ വന്ന് സംസാരിച്ചത്. അപ്പോൾ അത് ഒത്തിരി നല്ല കാര്യം. തുടർന്ന് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഇതുപോലെ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരിക്കുക, സ്റ്റാൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു നന്ദി. ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ദിസ് ഈസ് ജെറിൻ ആൻഡ് സായ ചേട്ടൻ സൈനിങ് ഓഫ്.